പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഈ കുളത്തിൻ്റെ സൈഡിൽ കുറച്ച് പുല്ലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലല്ല, ചെടിയാണ്. ഇത് റെഡ് പ്ലാന്റും അതിൻ്റെ ഒപ്പം ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേരൊടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ ചെറിയ ഗ്ലാസ്സുകളിൽ നമ്മൾ വേര് പിടിപ്പിച്ച് ഇങ്ങനെ ഫുള്ള് അതിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റെഡ് പ്ലാന്റ് ഫുള്ള് നമുക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഇത് പിന്നെ ഫില്ല് ചെയ്യാനുള്ള അതിനുള്ള തൈകളുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമ്മളിവിടെ ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ ആ സൈഡ് വരെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അസോള പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അസോളയാണത്. പിന്നെ പറിച്ചില്ല, അത് ഈ വെള്ളത്തിലിങ്ങനെ ഉള്ളത് നമ്മളിങ്ങനെ കോരി ഒഴിവാക്കണം. ഈ മീൻകുളത്തിലൊക്കെ അസോളുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മളിതിങ്ങനെ ഈ പിന്നെ ഒരടി താഴ്ചയിൽ കിളച്ച് നല്ല കിളച്ച് മറിച്ച് നല്ല വളമൊക്കെ ഇട്ടിട്ട് ആണിത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരടിയിലേറെ താഴ്ചയുണ്ട്. നമ്മളൊരു വിക്കാസിന് ഒരു കൊമ്പ് ആഴത്തിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളിങ്ങനെ ആ റൗണ്ടായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പച്ച കളറും ഈ റെഡ് പ്ലാന്റും വെക്കുന്നുണ്ട്. ഈ പച്ച നല്ലൊരു കോമ്പിനേഷൻ ആവുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പാകുമ്പോൾ നമുക്ക് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയായി കാരണം. പിന്നെ നമ്മൾ ഇതിൽ ഈ ഗ്ലൂ ഫിഷിനെ നമ്മൾ നല്ല തീക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അവിടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്നാണ് അപ്പുറത്താണ്. അപ്പോൾ അത് നമ്മളൊരു ഫിഷ് ടാങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു പാറ്റിയിട്ട്. ഒരു 500 കുട്ടികളൊന്നുമില്ല, കാരണം നിറച്ച് നമ്മൾ ഈ കൂത്താടികളെ ഇങ്ങനെ നിറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ അവരെ പിടിച്ചിട്ട് ഇത് മാറ്റി, അല്ലെങ്കിൽ അതൊക്കെ അറ്റങ്ങൾ തന്നെ തിന്നു കേട്ടോ. കുട്ടികൾ എരിഞ്ഞിറങ്ങിയ ആ കുട്ടികളെ അറ്റങ്ങൾ തന്നെ തിന്നു. അപ്പോൾ നമ്മളത് അവിടുന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഇത് ഇവിടെ ഗപ്പിയുണ്ട് കേട്ടോ. ഇതിൽ ഗപ്പിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലൂ ഫിഷിനെ ഇട്ടിട്ടുണ്ട്. ഗപ്പിക്ക് കുറച്ച് കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലൂ ഫിഷ് ഇങ്ങനെ നമ്മൾ അതിൽ ഫിഷ് ടാങ്കിൽ ഇങ്ങനെ ഇട്ടതായിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളം മാറ്റാൻ നോക്കിയപ്പോൾ നല്ല ചെറിയ ചെറിയ കുട്ടികൾ കണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഗ്ലൂ ഫിഷ് കേട്ടോ. ഇതിൻ്റെ പച്ചയും മഞ്ഞയും കളറുണ്ട് കേട്ടോ. നമ്മളെത്തി ഈ ഒരു 2 കളറേ ഉള്ളൂ. ഈ ഒരൊറ്റ ജോഡി ആയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. നമ്മൾ കൂടുതലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരൊറ്റ ജോഡി ഗ്ലൂ ഫിഷേ ഉള്ളൂ. നമുക്കതിൻ്റെ വേറെ കളർ ചേഞ്ച് കിട്ടായിട്ടാണ് കേട്ടോ. കളർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ കളർ ഉണ്ടെങ്കിൽ നമുക്കത് ഇതാക്കാം. പിന്നെ ഗപ്പിയാണ് പിന്നുള്ളത്. ഗപ്പി നല്ല കളറുള്ള ഗപ്പികളാണ് കേട്ടോ. ഈ ഗപ്പിൻ്റെ ചെറിയ കുട്ടികൾ ഇതിൽ നിറയെ ഉണ്ട്. ഇപ്പോൾ ഈ ക്യാമറയിൽ ഇങ്ങനെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളിവിടെ ആമ്പൽ വെച്ചിട്ടുണ്ട്. ആമ്പലിന് പിന്നെ ഇങ്ങനെ വളർന്ന് വരണുള്ളൂ. നമ്മളിപ്പോൾ വയലിലുള്ള ചളിമണ്ണൊക്കെ ഇവിടുന്ന് നിരത്തി ഇട്ടതാണ് കേട്ടോ. പെട്ടെന്ന് വലുതാവും ഈ ആമ്പൽ കേട്ടോ. ഇതിൽ ഗപ്പിൻ്റെ ചെറിയ കുട്ടികളാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുള്ളൂ കേട്ടോ. ഇതാണ് ഗ്ലൂ ഫിഷ്. ഇത് ഒരു ചെറിയൊരു വല്ലാതെ വലുതാവൊന്നുമില്ല കേട്ടോ. അവരിങ്ങനെ നമ്മളിതിങ്ങനെ മാറ്റിയപ്പോൾ ഈ ടാങ്കിൽ നിന്ന് മാറ്റിയപ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ പരന്ന് നടക്കുകയാണ് കേട്ടോ. ആർക്കൊരു ശരിക്കൊരു ഇത് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ആ ഗ്ലൂ ഫിഷിൻ്റെ കുറച്ച് കുട്ടികൾ ഇതിൽ കൊടുന്ന് ഇട്ടാലോ എന്ന് കരുതുന്നുണ്ട്. അതായത് ഇതിലാവുമ്പോൾ ഏറ്റവും ഇങ്ങനെ നല്ലൊരു ആവാസ വ്യവസ്ഥ ഇതിലിങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് അതായത് 500 കുട്ടികളൊന്നും അല്ല കേട്ടോ, നിറയെ കുട്ടികളാണ്. അപ്പോൾ കുറച്ച് ഇതിൽ കൊടുന്നിടണം. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, മറ്റേ ഫിഷ് ടാങ്കിൽ എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ഇതിൽ ഈ മരങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ വള്ളികളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അസോളുണ്ട്, പിടിച്ച് നിൽക്കാൻ നല്ല
ഈ പായലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ മറ്റുള്ള പെട്ടെന്ന് വളരാൻ സാധ്യതയുണ്ട്. ഇതിൽ 3 പൂവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. 3 പൂവ് പിന്നെ ഈ ആമ്പലിൻ്റെ 3 പൂവിൻ്റെ നിറയെ മൊട്ടുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിറയെ മൊട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ അസോള നമ്മൾ കുറച്ചേരം ഇട്ടുള്ളൂ കേട്ടോ. ഇത്ര ഉണ്ടായിട്ടില്ല, ഒരു 8-10 അസോള ഇട്ടതാണത്. അത് ഇത്ര പടർന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അസോള ഇങ്ങനെ പിന്നെ ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ ഒന്ന് മാറ്റി കൊടുക്കും. ഒരു വളത്തിന് നല്ലതാണ്. പക്ഷേ അതിനത്ര കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇട്ട് കൊടുക്കണമെന്ന് നല്ലതാണ് കേട്ടോ. നല്ല കോഴികൾക്കൊക്കെ ഇത് എല്ലാം ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് ഈ അസോള. ഇത് കണ്ടില്ലേ, ഇത് നല്ല ഉഷാറായിട്ട് കുറച്ച് വളമൊക്കെ ഇംഗ്ലീഷ് വളം കലക്കി വെച്ചതാണ് കേട്ടോ. പാറ്റൻ ബോസ് കുറച്ച് കലക്കി വെച്ചിട്ടത് ഇങ്ങനെ വളം കലക്കി വെച്ച് ഒരു പിടിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കിട്ടിയെന്നുള്ളൂ. അത് കലക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ച് ഒരു വെള്ളം നനച്ച് കൊടുത്ത് അപ്പോൾ അത് നല്ല കൊണ്ട് വളർന്ന് ഇങ്ങനെ പൊന്തി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിന്മേൽ ഒരു പൂവുണ്ട്. പൂവൊക്കെ കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ പൂ ഇങ്ങനെ ഉണ്ടായി വരാനാവണുള്ളൂ. അപ്പോൾ നമ്മൾ വളമൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത് ഫുള്ള് പൂവാവും. പിന്നെ അതുപോലെ തന്നെ ഈ ആലിൻ്റെ ചോട്ടിൽ നല്ല പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുല്ല് നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ ആലിനും ഇങ്ങനെ പേടൊക്കെ ഇറങ്ങി നമ്മളെല്ലാം ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചട്ടി പിന്നെ അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ തൂണുമ്മൽ നമ്മൾ ഈ വള്ളി പിടിപ്പിച്ചിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ആസ്പെറ്റസിൻ്റെ തൂണാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഈ വീടിൻ്റെ നമ്മൾ ഈ തൂണിൻ്റെ മുകളിലൊക്കെ വെക്കൂലേ, അത് തിരിച്ച് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ നടുഭാഗത്ത് ഇത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ നമ്മളൊരു പിന്നെ അത് നല്ല ഈ പൈപ്പ് അടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ ഈ വള്ളി ഇതിന്മേൽ പടർത്തിയിട്ടുള്ളത്. ഇത് പിന്നോട്ടൊരു പെയിൻ്റ് അടിച്ചൊരു വൈറ്റ് പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിവിടെ ആദ്യം നമ്മൾ ഈ പത്തരി മുല്ലൊക്കെ ഇതിലിങ്ങനെ നട്ടിരുന്നു. ഇപ്പോൾ ഈ വള്ളി പടർന്നുകൊണ്ട് പിന്നെ അതൊന്നും കാനലായിട്ട് ഉണ്ടാവണില്ലല്ലോ. അടീനിയത്തിൻ്റെ വിത്താണ് ഇവിടെ പാറി വന്നിട്ടുള്ളത്. അപ്പൂപ്പന്താടിൻ്റെ മാതിരിയാണത്. ഇങ്ങനെ ഉരുണ്ട് പോവുക ചെയ്യുക. നമ്മളിത് ഇങ്ങനെ കാറ്റിനെ ഇത് വേണ്ടില്ല ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉരുണ്ട് പോവുക. എന്നിട്ട് കുറേ ആകുമ്പോൾ ഇതിമന്ന് വേറിടും. ഇതുപോലെ വേറിട്ടിട്ട് അതവിടെ ഉണ്ടാവുക ചെയ്യാം. ഈ വിത്ത് ഇതാണ് ഇപ്പം അതിൻ്റെ വിത്ത്. നമുക്കിവിടെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് കുക്കുംബറിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് ഇവിടേക്കൊക്കെ ഇങ്ങനെ പൊങ്ങി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ നല്ല കായ ഉണ്ടാവണ കുക്കുംബറാണ്. ഇതിന്മേൽ മറ്റേമേലൊക്കെ ഇവിടെ ഇതിന്മേൽ ഒന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ലേ, ഇവിടെ നിന്ന് ഒരു കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. കുക്കുംബർ നല്ല പെട്ടെന്ന് വളർന്ന് ഉണ്ടാവും ചെയ്യും. കായ ഉണ്ടാവും കേട്ടോ. കായ പെട്ടെന്ന് പിടിക്കണതാണ് കുക്കുംബറിന്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ കുക്കുംബറുണ്ട്. ഇവിടെ കണ്ടിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. കുക്കുംബർ നമ്മൾ പെട്ടെന്ന് ഒരു 10-20 ദിവസം കൊണ്ട് അതിങ്ങനെ പടർന്ന് 20-25 ദിവസമായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പടർന്ന് നമുക്ക് കുക്കുംബർ പറിച്ചെടുക്കാൻ പറ്റും. അതിൽ വലിയൊരു വളപ്രയോഗമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇത് ജർജീറാണ് കേട്ടോ. ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാം ഇത് ജർജീറിൻ്റെ ഉപയോഗം എന്താണ്. പിന്നെ നല്ല ഉണ്ട്. അതേമാതിരി തന്നെ ഇവിടെ തക്കാളി ഉണ്ട്. പിന്നെ പഴുത്ത് അറക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ തക്കാളി, ഇവിടെ നിറയെ തക്കാളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ
വഴുതനങ്ങ ഉണ്ട്, പയറുണ്ട്. പയറൊക്കെ ചെറിയ അച്ചിങ്ങ പയറായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അച്ചിങ്ങ ഇത് തന്നില്ല, നല്ല മൂത്ത് നമ്മൾ ആദ്യം ഉണ്ടായതൊക്കെ നമ്മൾ പറിച്ചു. ഇപ്പം അങ്ങനെ ഇത് മൂത്ത് വലുതാവണുള്ളൂ. ഇവിടെ ഫുള്ള് പയറാണ് കേട്ടോ. ഫുള്ള് എല്ലാം നല്ല കായ ഉണ്ടാകുന്ന പയറാണ്. ഇത് കണ്ടില്ല, ഈ പയർ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മളൊന്ന് കാണിച്ചു. ഇത് വിത്തിന് നിർത്തിയതാണ് കേട്ടോ ഈ പയർ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമ്മളൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കൈയിൻ്റെ ഇവിടുന്ന് അത്ര ഒരു മുളത്തിലേറെ വലിപ്പമുണ്ട്. നമ്മൾ പറിക്കാതെ വിത്തിന് നിർത്തിയതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് പയറുണ്ട്, ഇവിടെ കമ്പുണ്ട്, ചോളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മുൻപ് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഈ കൃഷിനെ പറ്റിയും പിന്നെ ചെടികളെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ എന്നെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ, കൃഷിനെ പറ്റി എന്തെങ്കിലും അറിവ് പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇവിടെയൊക്കെ വഴുതനങ്ങ, പയർ ഫുള്ള് പയറാണിത് കേട്ടോ. പപ്പായ ഉണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ മത്തനുണ്ട്. പിന്നെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പിന്നെ ഇത് നല്ല പൂക്കളാണ് കേട്ടോ. ഈ പിന്നെ ചെടി നിറയെ പൂക്കളാണിത്. വേണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് പൂവുണ്ട്. ഇതെല്ലാം 1 മീറ്ററിലേറെ വലുപ്പമുള്ള പൂക്കളാണ് ഇതിന്നുണ്ടാവുക. വേണ്ടില്ലേ, ഇത് ഫുള്ള് പൂക്കളാണിത്. ഇപ്പം അത്ര പെട്ടെന്ന് ഇത് കൊഴിഞ്ഞ് പോകുന്നില്ല കേട്ടോ. നിറയെ പൂക്കൾ പിന്നെ നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാണിത്. വേണ്ടില്ല, ചെറിയൊരു മരമാണ് കേട്ടോ ഇത്. ഒന്നാമത് ഇത് നമ്മൾ തണുപ്പ് ഉള്ള സ്ഥലത്ത് ഉണ്ടായാലാണിത് നല്ല പൂവ് കിട്ടുള്ളൂ. വേണ്ടിയില്ല, ഇവിടെയൊക്കെ ഇതിൻ്റെ മുട്ടുകളാണ്, നിറയെ മുട്ടുകൾ. ഇത് കണ്ടോ, ഇത് ഇവിടെയൊക്കെ മുട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അത് വെച്ചിട്ട് മുല്ലപ്പൂവിൻ്റെ വാസന ഒന്നുമില്ല, ഒരു വാസനയില്ലാത്തൊരു പൂവാണ് കേട്ടോ. ഇതൊക്കെ വാസന ഉണ്ടെങ്കിൽ നല്ല പൂക്കളാവുന്നുണ്ട്. അതിലത് ഈ ചെടി ഇങ്ങനെ ഫുള്ള് പൂവാണിത്. നമ്മൾ പിന്നെ വയനാട് പൂപ്പൊലി എന്ന ഒരു ഇതിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. എൻ്റെ പേര് ഓർക്കണില്ല. ഇവിടെ കുറച്ച് നേരം നമ്മൾ പറിച്ചെടുക്കോളം കുറച്ച് സമയം വൈകി, ഒന്നും കാണുന്നുണ്ടാവില്ല, സോറി. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ചരങ്ങ കേട്ടോ. ഇത് ഞാൻ പറിച്ചിട്ട് കാണിച്ചു. നേരത്തെ കുറച്ച് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. കുറച്ച് ദൃശ്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറിച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2 ചിരങ്ങ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചിരങ്ങ അവിടെ ഉണ്ട്, അതായിട്ടില്ല, അത് പറിക്കാനായിട്ടുള്ളൂ, ആവുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് പറിക്കാൻ പറ്റുള്ളത്. അപ്പോൾ ഇവിടെ ഒക്കെ ചിരങ്ങ ഇതിൻ്റെ മുകൾക്ക് പടരൊന്നുമില്ല. അത് അതുപോലെ അതിൻ്റെ ജോയിൻ്റൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ മേലോട്ട് പിന്നെ പടക്കണ നമ്മളിതിങ്ങനെ ഇതിൻ്റെ ഇതൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ, വള്ളി. അപ്പോൾ അതേമ പിടിച്ചാൽ അങ്ങനെ പടർന്നോളും.
അല്ലി കെട്ടി കൊടുക്കുക. അതിപ്പോൾ നമ്മൾ ആ ഇത് ചിരങ്ങ പറിച്ചപ്പോൾ അവിടുന്ന് വേറിട്ട് വന്നു കേട്ടോ. ഇവിടെ തക്കാളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിന് ചെറിയ തക്കാളി കണ്ടില്ല, ഈ തക്കാളി ഇവിടെ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിന്മേൽ ഈ ഒരു വെള്ളീച്ച പറഞ്ഞൊരു പ്രാണി ഇങ്ങനെ വന്നിട്ട് ഒക്കെ നശിപ്പിക്കുകയാണ്. അത് മരുന്ന് അടിച്ചിട്ട് ഒരു ഇതുമില്ല. ഇതിൻ്റെയൊക്കെ സൈഡിൽ അടിഭാഗത്തൊക്കെ ഈ ഈച്ചകളുണ്ട്. ചെറിയ വെള്ള ഈച്ചല്ലേ, അതിന് മരുന്ന് അടിച്ചിട്ടൊരു കുറവുമില്ല. അത് ഇതിന്മേൽ ഈ ഒരു തക്കാളിമ ഉണ്ടാവുന്ന പൂവൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് ചിരങ്ങ, 2 ചിരങ്ങയുള്ളത്, ഒരു 4-5 കിലോൻ്റെ മേലെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് വാളൻ അമേരിക്കയാണ് കേട്ടോ. ഇതിൻ്റെ ഇതിന് ചെറിയ അത് പൂ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വാളൻ അമേരിക്ക തോരനൊക്കെ വെക്കാൻ പറ്റിയതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ഇവിടെയാണ് പൂവുണ്ടാകുന്നത് കേട്ടോ. ഈ ചെറിയ പൂക്കൾ ഇതാണ്, ഇതിമെന്നാണ് പൂവ് ഇടുക. അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പൂവ് ഇങ്ങനെ ആയി വരണുള്ളൂ. ഇത് കായ്ക്കാൻ പുറപ്പെട്ട നല്ല കായ ഉണ്ടാവും കേട്ടോ. ഇവിടെ മുളക്കൊക്കെ പടർന്ന് ഇതായിട്ടുണ്ട്. നമ്മൾ ചീമച്ചരങ്ങ ഇതുവരെ കായൊന്നും ആയിട്ടില്ല.